ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്, ഒരു ടൂർ പോവുകയാണ്, വെക്കേഷൻ ടൂർ പോവുകയാണ്. അപ്പോൾ എങ്ങടാന്നല്ലേ, കൊടൈക്കനാലാണ് കേട്ടോ. അപ്പോൾ ടൂർ പോകണതിൻ്റെ വീഡിയോ ഒന്നല്ല ഇത് ചെയ്യണം കേട്ടോ. ഞാൻ ഇന്ന് നല്ലൊരു ഹെയർ കെയർ ചെയ്യാണ്. ടൂർ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല തണവാവും. പിന്നെ നമുക്ക് അവിടുത്തെ വെള്ളം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ താരൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ് ഞാൻ പോകുന്ന അന്ന് ട്രൈ ചെയ്യണത്. ഞങ്ങളിവിടെ നിന്ന് രാത്രിയേ പോവുള്ളൂ. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഹെയറിൽ ഇതൊക്കെ അപ്ലൈ ചെയ്ത് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി തലയ്ക്ക് കുളിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നല്ല ഹൈഡ്രേഷനായിട്ടിരിക്കും നമ്മുടെ മുടി കേട്ടോ. സോഫ്റ്റായിട്ട് മുടി ഡാമേജ് ആവാതിരിക്കും. പൊതുവേ നമ്മൾ തണവുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നല്ലോണം ഷാമ്പൂ ഇട്ട് ഡ്രൈ ആയിട്ട് മുടി ഫ്രിസി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് ഡാമേജ് ആയി പോകും. നിങ്ങൾ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ കുഴപ്പമില്ല ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഞാനങ്ങനെ ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയില്ല. പൊതുവേ നമ്മൾ നാച്ചുറലായിട്ട് ഞാൻ ചെയ്യാറുള്ളൊരു കണ്ടീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെമഡിയാണ്. അപ്പോൾ എന്തായാലും ഞാനതൊക്കെ ഉപയോഗിച്ച് മുടി ഒന്ന് സെറ്റാക്കി വെക്കട്ടെ. ഇതപ്പോൾ നമ്മളിതാ എണ്ണ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന്. കാരണം പലപ്പോഴും പലരും ചിലപ്പോൾ നമ്മുടെ ഒരു വൺ ഡേ ട്രിപ്പ് ആണെങ്കിൽ കൂടി മുടി ഭയങ്കരമായിട്ട് ഷാമ്പൂ ഇട്ടിട്ട് ഒരു കാണുന്നവർക്ക് ഒരു കൗതുകം തോന്നാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മുടെ മുടി ഡാമേജ് ആക്കി കളയാറുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി നോക്കും. മുടി നല്ല അടിപൊളിയായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കി നോക്കാം ഇതെന്താണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കി നോക്കാം. ഇതാ എണ്ണയൊക്കെ പുരട്ടി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പൊട്ടിച്ചിട്ട് ഉണ്ടാക്കേ വേണ്ടുള്ളൂ. എണ്ണയൊക്കെ പുരട്ടിയിരിക്കുകയാണ്. അപ്പം ഇന്ന് രാവിലെയാണെന്ന് നമുക്കൊരു വീടിൻ്റെ കുറ്റിയടിയും കൂടി ഉണ്ട്. നമ്മുടെ തെക്കിലെ ബാമാമൻ്റെ വീടിൻ്റെ കുറ്റിയടിയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും പോകണം. അപ്പം മുടിയൊക്കെ കെട്ടെടുത്ത് വൃത്തിയാക്കി എണ്ണയൊക്കെ തേച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കത് ഉണ്ടാക്കി നോക്കി നോക്കാം. വായോ. ആവശ്യത്തിന് ചെമ്പരത്തിപ്പൂ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒരുപാട് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എടുക്കാം, യാതൊരു കുഴപ്പമില്ല. ചെമ്പരത്തിയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള കിങ് എന്ന് പറയണത്. അപ്പം ഞാൻ എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന അത്രയും ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തുളസിയുടെ ഇലയും പൂവൊക്കെ കൂടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തിപ്പൂവ് നമ്മുടെ മുടി നല്ല സോഫ്റ്റാക്കി സിൽക്കി ആയിട്ട് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഹൈഡ്രേഷൻ ലെവലിൽ നിർത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാധനമാണ്. അതുകൂടാതെ താരം കളയാനും മുടി ഒഴിച്ചിട്ട് മാറ്റാനും മുടി പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ മുടിക്ക് നല്ലൊരു ഗ്ലോയിങ് സ്മൂത്ത്നെസ് ഒക്കെ തരാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂവ്. തുളസി എന്ന് പറയണത് നമ്മുടെ തലയുടെ കൂട്ടിൽ എന്തെങ്കിലും ബാക്ടീരിയ അങ്ങനെ ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് മുടി നല്ല ഹെൽത്തി ആയിട്ട് തലയുടെ കൂട്ടിലെ സ്കിന്നൊക്കെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അതേപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ദൂരയാത്രയൊക്കെ ചെയ്യുമ്പോൾ തുളസി വെച്ചിട്ടുള്ള വെള്ളം, പേരടല വെള്ളം ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് നമ്മൾ തലയിൽ തേച്ചിട്ട് യാത്ര തുടരുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങളും ഒരുപാട് മാറ്റങ്ങളൊക്കെ നമ്മുടെ ഡാമേജുകൾ കൂടാതെ മുടി കൊഴിയാതെയൊക്കെ നമുക്ക് ആ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരാൻ സാധിക്കും കേട്ടോ. ഞാൻ പൊതുവേ ഉലുവയുടെ വെള്ളമാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ തണവുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഉലുവയുടെ ഒരു സ്മെല്ല് നമ്മുടെ മുടിക്ക് ചിലപ്പോൾ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതാണ് ഉലുവ ഞാൻ ആഡ് ചെയ്യാഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് തുളസിയുടെ ഇലയും ചെമ്പരത്തിപ്പൂവും വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളം കൈകൊണ്ട് ചൂടറിയതിന് ശേഷം ഇതേപോലെ ഞെരടി എടുക്കുക. അപ്പോൾ അതിൻ്റെ കൊഴുപ്പ് നമുക്ക് നന്നായിട്ട് ആ വെള്ളത്തിലോട്ട് ചേർന്ന് കിട്ടും. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള പൂവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചവെള്ളം ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ തിളപ്പിക്കുമ്പോൾ. അപ്പം ഞാൻ ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ. അതൊരു 1 ഗ്ലാസ് വെള്ളം ആവണ വരെ നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചിട്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ തലയുടെ മുടിയുടെ നീളവും നമ്മുടെ തലയുടെ കൂട്ടുള്ള മുടിയുടെ ഉള്ളിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും ചെമ്പരത്തിയുടെ അളവ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ചെമ്പരത്തി എത്രയായാലും യാതൊരു കുഴപ്പമില്ല കേട്ടോ. നല്ല സാധനമാണ് ചെമ്പരത്തി. അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു നിറത്തിലും അതേപോലെ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. ചെറുതായിട്ടൊരു കൊഴുകൊഴുത്ത കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക കേട്ടോ. ഒരുപാട് കൊഴുകൊഴുത്ത കൺസിസ്റ്റൻസി അല്ല, എന്നാൽ ഒരു മിതമായ അളവിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് തലയിൽ തേക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ തലയുടെ ഓട്ടിലും മുടിയിലൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തൊട്ട് പറ്റിയിട്ടുണ്ട്. ഒരുപാട് എണ്ണ അല്ല കേട്ടോ. നമ്മുടെ രൂപശ്രീ ഹെർബൽ യൂസ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് എണ്ണ എടുത്ത് പരട്ടേണ്ട ആവശ്യമില്ല. വളരെ മിതമായ അളവിൽ ഒരു തൊട്ട് പരട്ടിയാൽ മതി. നിങ്ങൾ ഒരു 5 ഡ്രോപ്പ് നിങ്ങൾ മുടിയിലേക്കും അതേപോലെ തന്നെ ഒരു 5 ഡ്രോപ്പ് തലയുടെ ഓട്ടിലേക്കുമായിട്ട് പരട്ടി കൊടുത്താൽ മതി. അത് തന്നെ ധാരാളമാണ് കേട്ടോ.
അപ്പോൾ നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എണ്ണ പുരട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണോ ഉണ്ടാക്കിയത് അത് നന്നായിട്ട് തലയിലും മുടിയിലൊക്കെ നന്നായി തേച്ച് കൊടുക്കുക. ഇങ്ങനെയുള്ള വെള്ളം പോലത്തെ സാധനങ്ങളാണെങ്കിൽ മുടിയിലേക്ക് തേക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെമഡിയാണ്. ഷാമ്പു യൂസ് ചെയ്യേണ്ട, വെറും പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഞാനിതാ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമൽ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം.